വീട്ടിൽ തന്നെ കുബൂസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഡയറക്റ്റ് അങ്ങ് ആഡ് ചെയ്യാം. ഞാൻ ഡയറക്റ്റ് ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഈസ്റ്റ് എടുത്തിട്ടുള്ളൂ. ഒരുപാട് ഈസ്റ്റ് എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് നേരം വെച്ചേക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഒത്തിരി നേരം വെച്ചേക്കുന്നില്ല ഡോ എന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ആഡ് ചെയ്യാം. പെട്ടെന്ന് എടുക്കണം ഡോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് പൊങ്ങിക്കയറാം. ഇതിപ്പോൾ ഞാൻ കുറേ നേരം വെച്ചേക്കുവാണ്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ഈസ്റ്റ് ആഡ് ചെയ്തു. അതിൽ ഒരു ചെറു ചൂട്, ഒരുപാട് ചൂടുണ്ടായിരിക്കരുത്, ചെറു ചൂട് വാട്ടർ വെള്ളം, ഒരു ശകലം വെള്ളം ഒന്ന് ഒഴിച്ചു വെക്കുവാണ്. ഒരല്പം നേരം നമുക്കിതൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് കുബൂസ് ഉണ്ടാക്കാനായിട്ട് ഡോവ് ആദ്യം റെഡിയാക്കി വെക്കാം. ഞാനിവിടെ മൈദ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, പകുതി ആട്ടയും പകുതി മൈദയും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീറ്റ് കൊണ്ട് മാത്രം കുബൂസ് ഉണ്ടാക്കാം. മൈദ കഴിക്കാൻ സുരക്ഷിതമല്ല ഒരുപാടെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പം മൈദ കൊണ്ടാണ് സാധാരണ കുബൂസ് ഉണ്ടാക്കിയാൽ സോഫ്റ്റ് കുബൂസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം എല്ലാവരും കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് വീറ്റ് കൊണ്ടും കുബൂസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ആൾക്കും. 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുവാണ്, അപ്പം ഉപ്പ് ആഡ് ചെയ്യുവാണ്. ഉപ്പ് കൂടി പോകരുത്. ഈസ്റ്റ് അതുകൂടി അങ്ങ് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ മൈദ ആഡ് ചെയ്യത്തില്ലായിരുന്നു, വീറ്റ് കൊണ്ട് മാത്രം ഉണ്ടാക്കി കാണിച്ചേനെ. പക്ഷേ ഞാൻ ഓർത്ത് കുറച്ച് സോഫ്റ്റായിട്ട് ഇരിക്കട്ടെ എന്ന്. അപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഈ ഈസ്റ്റ് അങ്ങ് ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പം നോർമൽ വെള്ളം ഒഴിച്ച് തന്നെ കുഴച്ചെടുക്കണം. ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ചൂടുവാൻ വാട്ടർ ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതൊന്ന് കുഴച്ച് നമുക്ക് വെക്കാം. ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ച് വെക്കാം. നമ്മളിതിവിടെ കുഴച്ചെടുത്തു. കയ്യിൽ ഒരല്പം നെയ്യോ ബട്ടറോ എണ്ണയോ എന്തെങ്കിലും തൂത്തിട്ട് ഇത് ചെയ്യുക. കാരണം ഇത് ഡ്രൈ ആയി പോകരുതല്ലോ. എന്നിട്ടിത് നമുക്ക് വേണമെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് അടച്ച് നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ വേണേലും വെക്കാം. നിങ്ങൾ എത്രയും ഈസ്റ്റ് കുറച്ച് ചേർക്കുന്നോ അത്രയും കൂടുതൽ സമയം ഇത് ഫെർമെൻ്റ് ആയി കയറാനായിട്ട് വെക്കുക. ഒരു 2.5 മണിക്കൂർ ഇത് ഫെർമെൻ്റ് ആകാൻ വെച്ചു. അത് ഡബിളായിട്ട് പൊങ്ങിക്കയറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഇടി കൊടുക്കാം, നല്ലിടി. അപ്പോൾ ഒന്ന് അതിൻ്റെ എയർ ഇത് ചെയ്ത് വിടുക. നമുക്കൊന്ന് ചപ്പാത്തിയുടെ കൂട്ട് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ചപ്പാത്തി പലക എടുത്തിട്ട് ഇതൊന്ന് ഒരല്പം ആട്ട അല്ലെങ്കിൽ മൈദ ഒന്ന് തൂവി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് കിട്ടാനായിട്ട് ഇതിങ്ങനെ അകത്തോട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് നല്ലപോലെ റോള് ചെയ്തെടുക്കാം. ഇത് ഡ്രൈ ആയി പോകാതെ നമുക്ക് പാത്രത്തിലോട്ട് തന്നെ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഇത് നമുക്കിനി ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടി കുറച്ച് പരത്തരുത്, ഒരുപാട് അങ്ങ് കട്ടി കുറച്ച് പരത്തണ്ട. നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ അതുപോലെ റൗണ്ടിൽ, പക്ഷേ ചപ്പാത്തിയേക്കാളൊക്കെ ഒരല്പം കട്ടി കൂട്ടിയാണ് പരത്തിയത് എടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് കട്ടി കുറച്ചാൽ അത് പൊങ്ങി കയറി വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. കട്ടിയുണ്ട്, കണ്ടോ? നമ്മുടെ ചപ്പാത്തിയേക്കാളും ഒരല്പം കൂടെ കട്ടിക്കാണ് പരത്തിയിരിക്കുന്നത്, അല്പം കൂടെ തിക്നെസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിന് ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ട് ഹീറ്റായി പോകരുത്. അത് ഹീറ്റായി വരുമ്പോൾ നമുക്ക് നമ്മുടെ കുബൂസ് ഇട്ട് കൊടുക്കുക. ഇത് ഈ ചെറിയ ചെറുതായിട്ട് കുമിളകൾ വരാൻ തുടങ്ങുന്ന സമയത്ത് വേണം തിരിച്ച് ഇട്ട് കൊടുക്കാൻ. ഈ കുമിളകൾ എല്ലായിടും വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ച് ഇട്ട് കൊടുക്കാം. ഒരുപാട് കരിക്കരുത്. ഇത് ഒത്തിരി ബ്രൗൺ ആയി കഴിഞ്ഞാൽ അതങ്ങ് ഹാർഡായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലായിടവും ബ്രൗൺ സ്പോട്ട്സ് വന്നു. ഒരുപാട് ബ്രൗൺ സ്പോട്ട്സ് വരാൻ നിൽക്കേണ്ട. ഉണ്ടാവും പൊങ്ങി വരുന്നത്. പതുക്കെ പൊങ്ങി വന്നോളും. പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക.
കണ്ടോ, നല്ല ഗുണ്ടുമണി പോലെ പൂരി പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് അകത്ത് അത് ഷീറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുബൂസ് ആയി എന്നാണ്. അപ്പം നമുക്കിത് എടുക്കാം. അപ്പം നല്ല പൊങ്ങി നല്ല ഫഫി ആയിട്ടുള്ള കുബൂസ് റെഡി ആയിട്ടുണ്ട്. അടുത്ത കുബൂസും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് പതുക്കെ പൊങ്ങി വരും. ഫ്ലെയിം കുറച്ച് വെക്കുക. പൊങ്ങി വരുമ്പോൾ പതുക്കെ ഒന്ന് സൈഡൊന്ന് അമർത്തി കൊടുക്കുക. പൊങ്ങി വരുന്നിടം നോക്കി ഉറക്കെ അമർത്തരുത്, അപ്പോൾ അത് പൊട്ടിപ്പോകും. കണ്ട, അതങ്ങനെ കാറ്റ് കയറുന്ന ഉടനെ അത് ശരിക്കും പൊങ്ങി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ പൊങ്ങി വരണം കുബൂസ്. അപ്പോഴാണ് അത് ശരിക്കും നമുക്കത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഫില്ലിങ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കുബൂസ് നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും അതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്, കീപ് സബ്സ്ക്രൈബിങ്. ഇഫ് യു ഹാവൻറ്റ് സബ്സ്ക്രൈബ്ഡ് ഹിയർ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് ദി നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈസി ആയിട്ടുള്ള കുബൂസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. കുബൂസ് നമ്മൾ ഇങ്ങനെ ഒന്ന് അടുക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ടായിട്ട് ഇതിങ്ങനെ വരുമല്ലോ. അതിങ്ങനെ പൊങ്ങി വന്നത് കൊണ്ട് ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ആക്കി എടുക്കാം. കണ്ടോ, 2 പീസ് ആവും ഇത് ഇങ്ങനെ. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഇവിടുന്ന് കീറി കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തോ നൈഫ് ഉപയോഗിച്ചോ വേണമെന്ന് കട്ട് ചെയ്യാം നമുക്ക്. ഇതിൻ്റെ പുറത്ത് തന്നെ ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് ഷവർമ്മ കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ പുറത്ത് തന്നെ നമ്മൾക്കെല്ലാം അസംബിൾ ചെയ്തിങ്ങനെ ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പം ഇതിൻ്റെ അകത്താണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കുബൂസ് കണ്ട, നല്ല അടിപൊളിയായിട്ട് വെന്തു നല്ല കുബൂസ് കണ്ട. ഇതാണ് നമ്മളുടെ അടിപൊളി കുബൂസ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈസി ആയിട്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ വ്യൂസും സബ്സ്ക്രിപ്ഷൻസുമാണ് ആവശ്യം. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.